ഹലോ ഫ്രണ്ട്സ്, SSLC സ്റ്റുഡൻസിനായി നമ്മൾ ഒരു 13 ഡേയ്സ് ചലഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അതിലെ ഫസ്റ്റ് ഡേ ആണ്. ഈ വീഡിയോയിൽ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന പാഠത്തിൽ നിന്നും 2025, 24, 23 വർഷത്തിൽ SSLC എക്സാമിന് വന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. SSLC എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെരിഫൈ ചെയ്തവർക്കറിയാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അഥവാ കഴിഞ്ഞ വർഷങ്ങളിലെ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് എത്രമാത്രം നമ്മളെ എക്സാം എളുപ്പമാക്കാൻ സഹായിക്കുമെന്നത്. ഈ 3 വർഷങ്ങളിൽ തന്നെ ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്തു വന്നിരിക്കുന്നതായി നിങ്ങൾക്ക് കാണാം. നമുക്ക് ആദ്യം തന്നെ 2025 SSLC എക്സാമിന് അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന പാഠഭാഗത്തിൽ നിന്നും ചോദിച്ച ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം. ആദ്യത്തെ ചോദ്യം 2 മാർക്കിനാണ് ചോദിച്ചത്. 3, 8, 13 എക്സെട്ര. ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്. ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസവും 11th ടേം അഥവാ 11ാം പദവും കാണാനാണ് ചോദിച്ചത്. കോമൺ ഡിഫറൻസ് കാണാൻ നമുക്കറിയാം, സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം അഥവാ രണ്ടാം പദത്തിൽ നിന്ന് ആദ്യ പദം കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടും. ഇനി nth ടേം കാണാനുള്ള ഇക്വേഷൻ നമ്മൾ 2 ഇക്വേഷൻസ് പഠിക്കുന്നുണ്ട്. ഒന്നാമത്തത് f + n - 1 × d, രണ്ടാമത്തെ ഇക്വേഷൻ dn + f - d. ഇങ്ങനെ 2 ഇക്വേഷൻസ് പഠിക്കുന്നുണ്ട്. ഇതിൽ ഞാൻ ഫസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് സോൾവ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷൻ ആയ dn + f - d ഉപയോഗിച്ച് ഇത് സോൾവ് ചെയ്യാം. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 2, 8, 14 എക്സെട്ര. നമുക്ക് ഇതാണ് തന്നിട്ടുള്ള അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി. ഇനി ആദ്യത്തെ ചോദ്യം എന്താണ്? 6 കൊണ്ട് ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയെ ഹരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റിമൈൻഡർ അഥവാ ശിഷ്ടം കണ്ടുപിടിക്കാനാണ്. അതിന് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ അരിത്മെറ്റിക് സീക്വൻസിൽ ഏതെങ്കിലും ഒരു പദത്തിനെ എടുത്ത് 6 കൊണ്ട് ഹരിച്ചാൽ പോരെ. നമ്മളിവിടെ 8നെ 6 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റിമൈൻഡർ 2 ആണ്. അപ്പൊ നമ്മൾ ഉത്തരമായിട്ട് എന്ത് എഴുതുന്നു? റിമൈൻഡർ 2 അല്ലെങ്കിൽ ശിഷ്ടം 2 എന്ന് എഴുതുന്നു. രണ്ടാമത്തെ ചോദ്യം എന്നത് ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ഒരു ടേം അഥവാ ഒരു പദമാണോ 176 എന്നതാണ്. നമ്മൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന പാഠത്തിൽ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയിലെ ഏതൊരു പദത്തെയും അതിന്റെ കോമൺ ഡിഫറൻസ് ആയ അല്ലെങ്കിൽ പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ശിഷ്ടം അഥവാ റിമൈൻഡർ തുല്യമായിരിക്കും. ഇപ്പൊ ഇവിടെ ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ഏതൊരു ടേമിനെയും അതിന്റെ പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് ആയ 6 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എത്രയാണ്? 2 അല്ലേ? അതായത് ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ ഒരു ടേം ആണ് 176 എങ്കിൽ 176നെയും 6 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എത്ര റിമൈൻഡർ അഥവാ ശിഷ്ടം കിട്ടണം? 2 കിട്ടണ്ടേ? ഇവിടെ നമ്മൾ 176നെ 6 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് റിമൈൻഡർ അഥവാ ശിഷ്ടം 2 അല്ലേ കിട്ടിയത്? അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? 176 ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ഒരു ടേം ആണെന്ന് പറയാം. അതെങ്ങനെയാണ് സെന്റൻസ് ആയിട്ട് എഴുതുക എന്നതാണ് ഇംഗ്ലീഷിലും മലയാളത്തിലും കൊടുത്തിട്ടുണ്ട്. എങ്ങനെ എക്സാമിന് ഇപ്പൊ ഈ പറഞ്ഞത് എക്സാമിന് നമുക്ക് എങ്ങനെയാണ് സെന്റൻസ് ആയിട്ട് എഴുതുക എന്നതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ ചോദ്യം. ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയിലെ 6ാം പദവും 16ാം പദവും തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 2 ടേമും അവയുടെ പൊസിഷൻസ് അഥവാ സ്ഥാനങ്ങളും തന്നു കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കാണാൻ നമ്മൾ ഒരു ഈസി ആയിട്ടുള്ള ഒരു ഷോർട്ട് കട്ട് ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. എന്താണ്? ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് അഥവാ പദവ്യത്യാസം ബൈ ആ പദങ്ങളുടെ സ്ഥാനങ്ങളുടെ വ്യത്യാസം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ പദങ്ങൾ 27, 67 ആണ് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ 67 - 27 ചെയ്യുന്നു. പൊസിഷൻസ് തന്നിട്ടുള്ളത് 16ഉം 6ഉം ആണ്. അപ്പൊ നമ്മൾ 16 - 6 ചെയ്യുന്നു. അത് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് 4 എന്ന് ഉത്തരം കിട്ടുന്നു. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാനാണ്. ഒരു അരിത്മെറ്റിക് സീക്വൻസിൽ ഒരു പദവും കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസവും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ടേം ഈസി ആയി കണ്ടുപിടിച്ചൂടെ? എങ്ങനെയാണ്? നമുക്ക് 6ാം പദം എന്നത് നമ്മൾ ഇക്വേഷൻ വൈസ് ആയിട്ട് എഴുതാണ്. f + n - 1 × d 27 എന്ന് എഴുതുന്നു. ഇതിൽ n 6 ആണെന്നും d 4 ആണെന്നും നമുക്കറിയാം. അങ്ങനെയെങ്കിൽ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് f ഈസി ആയി കണ്ടുപിടിച്ചൂടെ? അങ്ങനെ കണ്ടുപിടിച്ചിട്ടുള്ളതാണ് ഇത്. മൂന്നാമത് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ആൾജിബ്രായിക് ഫോം അഥവാ ബീജഗണിത രൂപം കാണാനാണ്. ആൾജിബ്രായിക് ഫോം കാണാൻ നമുക്ക് ഇക്വേഷൻ അറിയാം. എന്താണ്? dn + f - d ആണ്. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഇക്വേഷനിൽ ഡിയും എഫ് ഇട്ട് കൊടുത്തു കഴിഞ്ഞ് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ ആൾജിബ്രായിക് ഫോം അഥവാ ബീജഗണിത രൂപം കിട്ടുന്നു. ഈ 3 ചോദ്യങ്ങളാണ് 2025 SSLC എക്സാമിന് അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന പാഠത്തിൽ നിന്നും വന്നിട്ടുള്ളത്. ഇനി നമുക്ക് 2024 SSLC എക്സാമിന് ചോദിച്ച ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം എന്താണ്? ഇവിടെ നമുക്ക് 3 സ്ക്വയർ അഥവാ 3 സമചതുരങ്ങൾ തന്നിട്ടുണ്ട്. ഈ സമചതുരങ്ങളുടെ പെരിമീറ്റേഴ്സ് അഥവാ ചുറ്റളവാണ് നമ്മളോട് സീക്വൻസ് ആയിട്ട് എഴുതാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, ഒരു സമചതുരത്തിന്റെ പെരിമീറ്റർ അഥവാ ചുറ്റളവ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? സൈഡിന്റെ ലെങ്ത് x എന്ന് എടുത്തു കഴിഞ്ഞാൽ 4 × സൈഡ് ലെങ്ത്, അതായത് 4 × വശങ്ങളുടെ നീളമാണ് സമചതുരത്തിന്റെ ചുറ്റളവ് കാണാനുള്ള ഇക്വേഷൻ. അപ്പൊ നമ്മൾ വശങ്ങളുടെ നീളം x എന്ന് എടുത്തിട്ടാണ് ഇവിടെ നമ്മൾ 4x എന്ന് എഴുതിയിട്ടുള്ളത്. മലയാളത്തിലാണെങ്കിൽ 4 × വശങ്ങളുടെ നീളം എന്ന് എഴുതുന്നു.
അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? ഈ 3 സ്ക്വയറുകളുടെയും അഥവാ ഈ 3 സമചതുരങ്ങളുടെയും പെരിമീറ്റേഴ്സ് അഥവാ ചുറ്റളവുകൾ കാണുന്നു. 4x1, 4x2, 4x3 അങ്ങനെ പറഞ്ഞു. എന്നിട്ട് അത് നമ്മൾ സീക്വൻസ് ആക്കി എഴുതുകയാണ്. 4, 8, 12. അങ്ങനെ നമുക്ക് അരിത്മെറ്റിക് സീക്വൻസ് കിട്ടിയില്ലേ? ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കണ്ടുപിടിക്കാനാണ്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? സെക്കൻഡ് ടേമിൽ നിന്നും ഫസ്റ്റ് ടേം കുറച്ചാൽ മതി, അഥവാ രണ്ടാം പദത്തിൽ നിന്നും ആദ്യ പദം കുറച്ചാൽ മതി. ഇവിടെ സെക്കൻഡ് ടേം 8 ആണ്, ഫസ്റ്റ് ടേം 4 ആണ്. 8ൽ നിന്ന് 4 കുറച്ചപ്പോൾ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം നമുക്ക് 4 കിട്ടി. ഇനി 2024 SSLC എക്സാമിന് ചോദിച്ച രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഇവിടെ നമുക്ക് ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ ഒരു സമാന്തര ശ്രേണിയുടെ nth ടേം അല്ലെങ്കിൽ n-ആം പദം തന്നിട്ടുണ്ട്. എത്രയാ? 4n+1 ആണ്. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ ആൾജിബ്രായിക് ഫോം അല്ലെങ്കിൽ ബീജഗണിത രൂപമാണ് നമുക്ക് തന്നിട്ടുള്ളത് 4n+1. ഓക്കെ, നമുക്കറിയാം ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ ആൾജിബ്രായിക് ഫോം കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. dn+f-d ആണ്. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻസ് കമ്പയർ ചെയ്താൽ നമുക്ക് കിട്ടും dn-ഉം 4n-ഉം തുല്യമല്ലേ, അതുപോലെ f-d-യും 1-ഉം തുല്യമല്ലേ. അപ്പൊ dn-ഉം 4n-ഉം തുല്യം എന്ന രീതിയിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? d-യും 4-ഉം ഈക്വൽ ആണ്. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം 4 ആണെന്ന് കിട്ടുന്നു. ഓക്കെ, ഇനി നമുക്ക് f-d 1 ആണെന്ന് കിട്ടി. ഈ f-d 1 എന്നതിൽ നിന്നും d 4 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം കണ്ടുപിടിച്ചൂടെ? അതായത് ഈ 4 ഈ സൈഡിലേക്ക് പോയാൽ 1-ഉം 4-ഉം കൂട്ടിയാൽ 5. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടേം 5 ആണെന്ന് കിട്ടി. അപ്പൊ ഒരു ആൾജിബ്രായിക് ഫോം അല്ലെങ്കിൽ ബീജഗണിത രൂപം തന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ, നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്താ? dn+f-d അല്ലേ? ഈ രണ്ട് ഇക്വേഷൻസ് കമ്പയർ ചെയ്താൽ നമുക്ക് മനസ്സിലാവും ഈ 4n-ഉം dn-ഉം തുല്യമാണ്, അതുപോലെ f-d-യും 1-ഉം തുല്യമാണ്. ഓക്കെ, അതങ്ങനെ ഈക്വൽ എന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് d-യും കണ്ടുപിടിക്കാം, f-ഉം കണ്ടുപിടിക്കാം. അതായത് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസവും കണ്ടുപിടിക്കാം, ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദവും കണ്ടുപിടിക്കാം. ഇനി ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ടേംസ് അഥവാ പദങ്ങളെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്താണ്? 4 എന്നത് ഈ അരിത്മെറ്റിക് സീക്വൻസിലെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസമാണ്. അപ്പൊ നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഈ അരിത്മെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണിയിലെ പദങ്ങളെ പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഫസ്റ്റ് ടേം എന്ന് പറയുന്ന 5 ഈ സീക്വൻസിലെ ഒരു ടേം അല്ലേ? നമ്മൾ 5-നെ എന്ത് ചെയ്യുന്നു? 4 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ശിഷ്ടം കിട്ടുന്നത് 1 ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് എഴുതുന്നു? ഇവിടെ റിമൈൻഡർ 1 ആണ്, അഥവാ ശിഷ്ടം 1 എന്ന് എഴുതുന്നു. ഇനി നമുക്ക് 2024 SSLC എക്സാമിന് ചോദിച്ച മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഇതൊരു പ്രൂവ് ചെയ്യാനുള്ള അല്ലെങ്കിൽ സമർത്ഥിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു അരിത്മെറ്റിക് സീക്വൻസ് നമുക്ക് തന്നിട്ടുണ്ട് 8, 14, 20. ഓക്കെ, എന്നിട്ട് ആദ്യത്തെ ചോദ്യം പറയുന്നത് ഈ അരിത്മെറ്റിക് സീക്വൻസിൽ ഒരു ടേം ആണോ 25 എന്നതാണ്. അത് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ആദ്യം തന്നെ അരിത്മെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കണ്ടുപിടിക്കും. എന്നിട്ട് ആ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസത്തിൽ ഇതിൽ ഏതെങ്കിലും ഒരു ടേമിനെ കൊണ്ട് എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. അപ്പൊ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ 2 ആണ്. നമ്മളിവിടെ 8 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ 2 ആണ്. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ഏതൊരു പദത്തെയും അതിന്റെ കോമൺ ഡിഫറൻസ് ആയ 6 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എത്ര റിമൈൻഡർ കിട്ടണം? 2 കിട്ടണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 25-നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് 2 ആണോ റിമൈൻഡർ കിട്ടുന്നത് എന്ന് നോക്കുന്നു. 2 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ സീക്വൻസിലെ ഒരു ടേം ആണ് 25. 2 അല്ലെങ്കിലോ? 25 ഈ സീക്വൻസിലെ ടേം അല്ല അല്ലെങ്കിൽ പദമല്ല എന്ന് പറയാം. ഇവിടെ നമ്മൾ 25-നെ 6 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റിമൈൻഡർ 1 ആണ്. അതായത് നമുക്ക് എന്ത് പറയാം? 25 ഈ അരിത്മെറ്റിക് സീക്വൻസിലെ പദമല്ല. ഇനി അടുത്തത് ചോദിച്ചിട്ടുള്ളത് 144 പദമാണോ എന്നാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 144-നെയും 6 കൊണ്ട് ഹരിക്കും. അപ്പൊ നമുക്ക് റിമൈൻഡർ കിട്ടിയത് 0 ആണ്, 2 അല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? 144-ഉം ഈ സീക്വൻസിലെ ഒരു ടേം അല്ല എന്ന് പറയാം. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ഒരു ടേമും പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അല്ലെങ്കിൽ പൂർണ്ണവർഗമാവില്ല എന്നത് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അല്ലെങ്കിൽ പൂർണ്ണവർഗങ്ങൾ എന്ന് പറയുന്നത് ആരെയൊക്കെയാണ്? 1, 4, 9, 16, 25 ഇങ്ങനെ പോകുന്ന നമ്പേഴ്സിന്. അതായത് 1-ന്റെ സ്ക്വയർ ആണ് 1, 2-ന്റെ സ്ക്വയർ ആണ് 4, 3-ന്റെ സ്ക്വയർ ആണ് 9, 4-ന്റെ സ്ക്വയർ ആണ് 16, 5-ന്റെ സ്ക്വയർ ആണ് 25, അങ്ങനെ 6-ന്റെ സ്ക്വയർ, 7-ന്റെ സ്ക്വയർ, 8-ന്റെ സ്ക്വയർ, ഇവയാണ് നമ്മൾ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അല്ലെങ്കിൽ പൂർണ്ണവർഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊന്നും ഈ അരിത്മെറ്റിക് സീക്വൻസിൽ ഇല്ല എന്നാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ 1-നെ 6 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് കിട്ടിയ റിമൈൻഡർ അഥവാ ശിഷ്ടം 4 ആണ്. ഇനി അതുപോലെ 4-നെ നമ്മൾ 6 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ശിഷ്ടം 4 ആണ്. 16-നെ 6 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ശിഷ്ടം 4 ആണ്. 25-നെ 6 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ശിഷ്ടം 1 ആണ്. ഓക്കെ, അങ്ങനെ
എന്താ 144 ഹരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ശിഷ്ടം 0 അപ്പോൾ പെർഫെക്റ്റ് സ്ക്വയേഴ്സിന് ഒന്നിനെയും 6 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് നമുക്ക് 2 എന്ന റിമൈൻഡർ അഥവാ ശിഷ്ടം കിട്ടുന്നില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഒരു പെർഫെക്റ്റ് സ്ക്വയേഴ്സും അഥവാ ഒരു പൂർണ്ണവർഗ്ഗങ്ങളും ഈ സീക്വൻസിലെ ഒരു ടേം ആവില്ല എന്ന് പറയാം. അത് എങ്ങനെയാണ് പ്രൂഫ് ആയ രീതിയിൽ എഴുതുക എന്നതാണ് ഇംഗ്ലീഷിലും മലയാളത്തിലുമായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ രീതിയിലാണ് ആൻസർ ചെയ്യേണ്ടത്. ഇപ്പൊ 2024 SSLC എക്സാമിന് ലാസ്റ്റ് ആയി ചോദിച്ച ചോദ്യമാണ്. എന്താണ്, ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ 3-ാം പദവും 8-ാം പദവും നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ആദ്യം തന്നെ കാണാൻ പറഞ്ഞിട്ടുള്ളത് ഈ സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസമാണ്. എങ്ങനെയാണ് കാണുക, നമുക്കറിയാം ഒരു ഷോർട്ട് കട്ട് ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് അഥവാ പദവ്യത്യാസം ബൈ പദങ്ങളുടെ സ്ഥാനങ്ങളുടെ വ്യത്യാസം. ഓക്കെ, നമ്മൾ ആ ഇക്വേഷനിൽ എന്ത് ചെയ്യുന്നു, ടേം ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ 61ഉം 26ഉം ആണ്. പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയുന്നത് 8ഉം 3ഉം തമ്മിലുള്ള വ്യത്യാസമാണ്. അത് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം 7 എന്ന് കിട്ടും. ഇനി രണ്ടാമതായി ചോദിച്ചിട്ടുള്ളത് എന്താണ്, ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം കണ്ടുപിടിക്കാനാണ്. അത് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, ഇതിൽ ഏതെങ്കിലും തേർഡ് ടേമോ അല്ലെങ്കിൽ 8th ടേമോ എടുക്കുന്നു. നമുക്കറിയാം തേർഡ് ടേം 26 ആണെന്ന്. നമ്മൾ ഇക്വേഷൻ തേർഡ് ടേമിന്റെ ഇക്വേഷൻ എഴുതുകയാണ്. അങ്ങനെ അതിൽ നിന്ന് നമുക്ക് എഫ് കണ്ടുപിടിച്ചൂടെ, എഫ് അഥവാ ഫസ്റ്റ് ടേം അല്ലെങ്കിൽ ആദ്യ പദം 12 എന്ന് കിട്ടുന്നു. മൂന്നാമതായി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ആൾജിബ്രായിക് ഫോം അഥവാ ബീജഗണിത രൂപം കണ്ടുപിടിക്കാനാണ്. ആൾജിബ്രായിക് ഫോം കാണാനുള്ള ഇക്വേഷൻ എന്താണ്, dn + f - d ആണ്. ഡിയും എഫും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ഇട്ട് കൊടുത്ത് അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 7n + 5 എന്ന് ബീജഗണിത രൂപം കിട്ടും. അടുത്തതായി 2023 SSLC എക്സാമിന് അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന പാഠഭാഗത്തിൽ നിന്നും വന്ന ചോദ്യമാണ് നോക്കാൻ പോകുന്നത്. ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി തന്നിട്ടുണ്ട് 7, 13, 19. ഇതിന്റെ കോമൺ ഡിഫറൻസ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. കോമൺ ഡിഫറൻസ് എങ്ങനെയാണ് കാണുക, അല്ലെങ്കിൽ പൊതുവ്യത്യാസം സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. 2-ാം പദത്തിൽ നിന്നും ആദ്യ പദം കുറച്ചാൽ മതി. ഇവിടെ 2-ാം പദം 13 ആണ്, ആദ്യ പദം 7 ആണ്. 13ൽ നിന്നും 7 കുറച്ചപ്പോൾ 6 കിട്ടി. രണ്ടാമത് ചോദിച്ചിട്ടുള്ളത് 11th ടേം കണ്ടുപിടിക്കാനാണ്. നമുക്കറിയാം nth ടേം കാണാൻ നമ്മൾ 2 ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് dn + f - d എന്ന ഇക്വേഷൻ ആണ്. അതിൽ നമുക്ക് ഡിയും അറിയാം, n എന്താണ്, n 11ാമത്തെ പദമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അതുകൊണ്ട് n 11. f എന്താണ്, ഫസ്റ്റ് ടേം നമുക്കറിയാം 7 ആണ്. എല്ലാം ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 67 ആണ് 11ാം പദം എന്ന് കിട്ടുന്നു. അടുത്ത ചോദ്യം, ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ 6-ാം പദം 46 ആണ്. കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം 8 ആണ്. അങ്ങനെയെങ്കിൽ 16-ാം പദം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് തന്നത് നമ്മൾ ആദ്യം തന്നെ എഴുതുന്നു. 6-ാം പദം 46 എന്നും പൊതുവ്യത്യാസം 8 എന്നും എഴുതുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, 16-ാം പദവും 21-ാം പദവും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടും കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്താണ്, f + n - 1 × d ആണ്. ഇനി മറ്റൊരു ഇക്വേഷൻ എന്താണ്, dn + f - d ആണ്. ഈ രണ്ട് ഇക്വേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഇവിടെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് f + n - 1 × d എന്ന ഇക്വേഷൻ ആണ്. അപ്പൊ അത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ കിട്ടണം, ഫസ്റ്റ് ടേം, ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം കിട്ടണം. n പിന്നെ നമുക്കറിയാം 16-ാം പദമാണെങ്കിൽ 16 ആണ് n. 21-ാം പദമാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ 21 ആണ് n. ഡി എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആയി തന്നിട്ടുണ്ട്. കോമൺ ഡിഫറൻസ് 8 ആണ്. അപ്പൊ നമുക്ക് ഇതിൽ അറിയാത്ത ഒരു കാര്യം ഫസ്റ്റ് ടേം അല്ലെങ്കിൽ എഫ് ആണ്, അല്ലെങ്കിൽ ആദ്യ പദമാണ് നമുക്ക് അറിയാത്ത ഒരേ ഒരു കാര്യം. ഫസ്റ്റ് ടേം നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ഇവിടെ നമുക്ക് ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ 6th ടേം അല്ലെങ്കിൽ 6-ാം പദം 46 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആ ഇക്വേഷൻ എഴുതുന്നു. എന്നിട്ട് അതിൽ നിന്നും എഫ് കണ്ടുപിടിക്കുന്നു. അങ്ങനെ ആദ്യം തന്നെ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം. എന്നിട്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് 16th ടേമും 21st ടേമും ഇക്വേഷൻ ഇട്ട് കൊടുത്ത് ഇക്വേഷനിൽ എല്ലാ വാല്യൂസും എഫിന്റെയും ഡിന്റെയും എന്നിന്റെയും വാല്യൂസ് ഇട്ട് അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 16-ാം പദം 126 ആണെന്നും 21-ാം പദം 166 ആണെന്നും കിട്ടും. ഇത്രയും ചോദ്യങ്ങളാണ് 2025, 24, 23 വർഷങ്ങളിൽ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന പാഠഭാഗത്തിൽ നിന്നും വന്നിട്ടുള്ളത്. ഇതിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, റിപ്പീറ്റ് ചെയ്ത് ജസ്റ്റ് വാല്യൂസുകൾ മാത്രം മാറ്റി എത്രമാനം ചോദ്യങ്ങളാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതായത് മുൻ വർഷങ്ങളിലെ ചോദ്യങ്ങൾ ഇതുപോലെ പരിശീലിക്കുന്നത് അഥവാ പ്രാക്ടീസ് ചെയ്യുന്നത് നിങ്ങൾക്ക് എക്സാം എളുപ്പമാക്കാൻ സഹായിക്കും. ഇനി അടുത്ത വീഡിയോയിൽ സർക്കിൾസ് ആൻഡ് ആംഗിൾസ്, വൃത്തങ്ങളും കോണുകളും എന്ന പാഠഭാഗത്തിൽ 2025, 24, 23 വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ഇതുപോലെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് ചാപ്റ്റർ. താങ്ക് യു.